നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി മന്ത്രി വി ശിവൻകുട്ടി ഒരു സിനിമാ നടിയെ പരാമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന ഇപ്പൊ വൻ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്നലത്തെ ന്യൂസ് ചാനലുകളിലൊക്കെ ചർച്ച തന്നെയായിരുന്നു. ഇനി അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് ആ മന്ത്രിയുടെ പ്രസ്താവന ഒന്ന് കണ്ടുനോക്കാം. 1ാമത്തെ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത്. ഇപ്രാവശ്യം അവർ അവതരണഗാനം ചെയ്തതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആസ്തിയോ ഇവർക്ക് തീർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവും എന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം നൃത്തത്തിന് വാങ്ങിയാണ് പേരുകെട്ട് സിനിമയിലൊക്കെ തന്നെ പോയത്. എന്നശേഷം കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ നമ്മൾ കേരളത്തോട് അഹങ്കാരം. ഓക്കെ, ഇപ്പൊ ഇതാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വിവാദമായിട്ടുള്ള പ്രസ്താവന. അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു നടിയെ സമീപിച്ചപ്പോൾ അവർ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ആ നടിയെ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ വി ശിവൻകുട്ടി സംസാരിക്കുന്നത് അല്ലേ. വന്ന വഴി മറന്നു, കുറച്ച് കാശ് കിട്ടിയപ്പോൾ അവർക്ക് അഹങ്കാരം കൂടി എന്നൊക്കെ ഉള്ള രീതിയിൽ. എന്തായാലും 5 ലക്ഷം ആവശ്യപ്പെട്ടതോടുകൂടി കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ ആ നടിയെ സർക്കാർ വേണ്ടെന്ന് വെച്ചല്ലേ. ഇനിയിപ്പോ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനും മറ്റുമായിട്ട് വേറൊരാളെ തേടേണ്ടി വരും. എന്റെ അഭിപ്രായത്തിൽ ഇനി അതിനായിട്ട് വേറെ കൊണ്ടുപോകണ്ടെന്നുള്ളതാണ്. ശിവൻകുട്ടിനെ തന്നെ അങ്ങ് നിയമിച്ചാൽ മതി. സാധ്യ ഡാൻസറാണല്ലോ ശിവൻകുട്ടി. നിയമസഭയിലൊക്കെ അന്ന് അവതരിപ്പിച്ച ഡാൻസ് ഒന്നും പറയാനില്ല. ആ മുണ്ട് പൊക്കിയിട്ടൊന്നും ആരും ഇന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി തന്നെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ഇപ്പൊ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം. എന്തായാലും പേരെടുത്ത് പറയാതെ മന്ത്രി വി ശിവൻകുട്ടി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോ അത് മറ്റുള്ള നടിമാർക്കൊക്കെ പുലിവാല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം ഈ കേരള സ്കൂൾ കലോത്സവത്തിലൂടെ കയറി വന്ന് സിനിമാ നടിമാരായിട്ടുള്ള ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. അവരെയൊക്കെ ആളുകൾ ചോദ്യത്തിന് മുന്നിൽ നിർത്താൻ തുടങ്ങി. അവരോട് പലതും വന്ന് ചോദിക്കാൻ തുടങ്ങി. അവസാനം ഞങ്ങളെല്ലാം 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് നടി എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് പലർക്കും രംഗത്ത് വരേണ്ടി വന്നു എന്നുള്ളതാണ്. നിങ്ങൾ അവസ്ഥ ഒന്ന് നോക്കി. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയ ഉടനെ തന്നെ നടിയായിട്ടുള്ള നീന പ്രസാദ് ഇതിനൊരു മറുപടിയുമായി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താണെന്ന് കണ്ടോക്കാം. തീർച്ചയായിട്ടും പഠിപ്പിക്കാൻ തീരുമാനിച്ച അവർ പറഞ്ഞ ഇതിനോട് യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ യൂത്ത് ഫെസ്റ്റിവലിൽ വളർന്നു വന്നു അതെല്ലാം മറ്റൊരു കാര്യം. യൂത്ത് ഫെസ്റ്റിവൽ ഇന്ന് പൂർണ്ണമായും ഒരു പണക്കൊഴുപ്പിന്റെ ഇടമായിട്ടാണ് നിൽക്കുന്നത്. ഒരു തിരുവാതിര പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് പഠിപ്പിക്കാൻ എത്ര രൂപയാണെന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. പിന്നെ ഒരു ഇൻഡിവിജ്വൽ ഐറ്റം ഒരു കുട്ടിയെ ഒന്നും അറിഞ്ഞിടാത്ത കുട്ടികളെ ആണ് ഈ പഠിപ്പിച്ച് കൊണ്ടുവരേണ്ടത്. അപ്പോ ആ കല എന്നുള്ളതല്ല, വിലയേറിയ സമയം, അത് അധ്വാനിക്കുന്ന സമയം, ഇതെല്ലാം തന്നെ ഓരോരുത്തർക്കും ഓരോ മൂല്യമാണ് അവർ നൽകുന്നത്. അവരവരുടെ കലയ്ക്കും അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്തിനും അവർ നൽകുന്ന മൂല്യമാണ് അവർ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട. ഇതിലപ്പുറം അതിന് യാതൊരു പ്രസക്തിയും. അതെ, ആ പറഞ്ഞ സത്യമാണ്. ഓരോ കാലം അഭ്യസിപ്പിക്കാനും പഠിപ്പിച്ചെടുക്കാനും ഒക്കെ അതിൻ്റെതായ എഫേർട്ടും കാര്യങ്ങളും ഉണ്ട്. നല്ല അധ്വാനം ആവശ്യമായി വരും. പ്രത്യേകിച്ച് 10-15 കുട്ടികളൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും അറിയാത്ത കുട്ടികളാണ് ഇത് ആദ്യം മുതൽക്ക് പഠിപ്പിച്ചു കൊണ്ടുവരേണ്ടത്. അതിന് അധ്വാനം വളരെ വലുതാണ്. അപ്പൊ ആ അധ്വാനത്തിന് പണം ആവശ്യപ്പെടുന്നതിന് എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഇവിടെ നീന പ്രസാദ് പറഞ്ഞത് കറക്റ്റ് ആണ്. സ്വന്തം അധ്വാനത്തിനുള്ള ക്യാഷല്ലോ ചോദിക്കുന്നത്. അതല്ലാതെ ഔദാരമായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. ആ എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ നടിയെ വേണ്ടെന്ന് വെക്കാം. അതല്ലാതെ അവർ പണം ആവശ്യപ്പെട്ടത് കാരണമായിട്ട് അവരിങ്ങനെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് നാറ്റിക്കാൻ വേണ്ടി നോക്കാന്നൊക്കെ പറഞ്ഞു ഒട്ടും ശരിയായിട്ടുള്ള കാര്യമില്ല. ഇതിപ്പോ ആ നടിനെ മാത്രമല്ല വി ശിവൻകുട്ടി ഇപ്പൊ അപമാനിച്ചത്. പേരെടുത്ത് പറയാത്തത് കാരണമായിട്ട് കേരള സ്കൂൾ കലോത്സവത്തിലൂടെ കയറി വന്ന എല്ലാ നടിമാരെയും ആക്ഷേപിക്കുന്ന പോലെ പോയി. കാരണം അവരോടൊക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരല്ലോ. എന്തായാലും ഇതിന് പിന്നാലെ ആശാ ചരിത്തും ഒരു മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു. നമുക്ക് എന്തായാലും കൂടി ഒന്ന് കേട്ടോക്കാം. കല എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള കലാകാരികളുടെ ഉപജീവന മാർഗമാണ്. ഇപ്പം എത്രയോ വേദികളിൽ നൃത്തം അവതരിപ്പിച്ച് അതിന് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് ജീവിക്കുന്ന ഞാനടക്കമുള്ള ഒരുപാട് കലാകാരികൾ കേരളത്തിന് പുറത്തുമുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. തീർച്ചയായിട്ടും റെമ്യൂണറേഷൻ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇതിന് മുന്നത്തെ വർഷം ഞാൻ 60 കുട്ടികളുടെ കൂടെ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഞാൻ നൃത്തം അവതരിപ്പിച്ചിരുന്നു. അവരെ പരിശീലിപ്പിച്ചാണ് അവതരിപ്പിച്ചത്. 2 ദിവസം മുന്നേ വന്ന് അവരുടെ കൂടെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു. അതിന് മുന്നത്തെ വർഷം ഞാനും കൂടി ഉണ്ടായിരുന്നു മുഖ്യ അതിഥിയായിട്ട് CMന്റെ കൂടെ. അന്ന് അവിടുത്തെ കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു നൃത്തം അവതരിപ്പിക്കാമോ, അവരുടെ കൂടെ പെർഫോം ചെയ്യാമോ എന്ന്. അപ്പം അന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ആ കുട്ടികൾക്ക് കൊടുത്ത വാക്കാണ് മക്കളെ അടുത്ത വർഷം നിങ്ങളുടെ ഒപ്പം ഞാൻ കളിക്കും.
ആ വാക്ക് പാലിക്കാനാണ് ഞാൻ വന്നത്. വളരെ സന്തോഷത്തോടുകൂടിയും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ആ ക്ഷണം പിന്നീട് അവർ രണ്ടാമത്തെ വർഷം ഗവൺമെൻറ് വിളിച്ചപ്പോൾ ഞാൻ സ്വീകരിച്ചത്. എൻ്റെ കയ്യിൽ നിന്ന് പണം ടിക്കറ്റ് എടുത്ത് ദുബായിൽ നിന്ന് വന്നാണ് ഞാൻ കുട്ടികളുടെ കളിച്ചത്. അത് ഞാൻ ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചല്ല ചെയ്തത്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എന്ന് പറഞ്ഞ എല്ലാ കുട്ടികളുടെയും എല്ലാ കലാകാരികളുടെയും കലാകാരന്മാരുടെയൊക്കെ ഒരു സ്വപ്നവേദിയാണ്. നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുള്ളതാണ്. നമ്മുടെ പുതിയ തലമുറ വളർന്നു വരുന്ന വേദിയാണ്. അവർക്കൊപ്പം ചിലങ്ക കെട്ടുമ്പോൾ നമ്മളും അവരെ ആ തലമുറയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു നർത്തകി മാത്രമല്ല, നൃത്ത അധ്യാപിക കൂടിയാണ്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്തത്. പിന്നെ അത് ശരിയോ തെറ്റോ എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ പെർഫോം ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഗവൺമെൻറ്റിൻ്റെ ഒരുപാട്, അതായത് ലോക കേരള സഭയടക്കം ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യാറുണ്ട്. അതിനെല്ലാം കൃത്യമായിട്ടുള്ള റെമ്യൂണറേഷൻ തന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാറുള്ളത്. അത് നമ്മുടെ തൊഴിലാണ്, അതിന് നമ്മൾ വേതനം വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇത് കുട്ടികളുടെ കൂടെ ആവുമ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. മറ്റൊരാളത് ചെയ്യണം എന്ന് ഞാൻ അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കില്ല. എൻ്റേത് വ്യക്തിപരമായ തീരുമാനമായിരുന്നു. ഞാൻ വാങ്ങിക്കുന്നില്ല, ഞാൻ കുട്ടികളുടെ ഒപ്പം നൃത്തം ചെയ്യുമെന്നുള്ളത്. ഓക്കെ, വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് ആശാ ശരത്തിൻ്റെത്. മീന പ്രസാദിന് സമാനമായിട്ടുള്ള സമീപനം തന്നെയാണ് ഇവിടെ ആശാ ശരത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ സ്കൂൾ കലോത്സവത്തിന് മുമ്പും ഒരുപാട് നൃത്തങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പോഴൊന്നും ഞാൻ പണം വാങ്ങിയിട്ടില്ല. പക്ഷേ ആ പണം വാങ്ങുന്നത് തെറ്റല്ല എന്നും പുള്ളിക്കാരി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവന ആശാ ശരത്ത് നടത്തി എന്തുകൊണ്ട് നന്നായി. കാരണം എങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംശയിക്കാൻ സാധ്യതയുള്ള ഒരു പേരെന്ന് പറയുന്ന ആശാ ശരത്ത് തന്നെയാണ്. കാരണം കുറെ കാര്യങ്ങളായി പുള്ളിക്കാരി ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിലൊക്കെ സജീവമാണല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മറുപടി കൊടുത്താൽ നന്നായി. അല്ല, എങ്ങനെ മറുപടി കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നതിന് ഒരു ഗതികേടാണ്. അത് വേറെ കാര്യം. എന്തായാലും ആ 5 ലക്ഷം ആവശ്യപ്പെട്ട് നടി ആശാ ശരത്ത് അല്ല എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇതിനുശേഷം പിന്നെ എല്ലാവരും സംശയിക്കുന്നത് ആ നടി നവ്യ നായരാണോ എന്നുള്ളതാണ്. നവ്യ നായർ ഇതേമാതിരി സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് കയറുമെന്നൊരു നടിയാണല്ലോ. മാത്രമല്ല ഈ ശിവൻകുട്ടിയും നവ്യ നായരും തമ്മിൽ മുമ്പൊരു വാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 9 മാസം മുന്നേ, പലരും ഓർക്കുന്നുണ്ടാകും. അത് കേരള സർവകലാശാലയുടെ ഒരു പരിപാടിക്ക് വേണ്ടി നവ്യ നായർ മുമ്പൊരിക്കൽ സർക്കാർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നവ്യ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ വേദിയിൽ വെച്ച് വി ശിവൻകുട്ടി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇത്തരം പ്രോഗ്രാമുകൾക്ക് പോകുന്ന സമയത്ത് റെമ്യൂണറേഷൻ വാങ്ങിക്കരുത് എന്നുള്ള രീതിയിൽ. അതിനുള്ള നവ്യ നായരുടെ മറുപടി അന്ന് വൻ രീതിയിൽ ട്രോൾ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഈ ഒരു വേളയിൽ അതൊന്ന് കണ്ടുനോക്കാം. നേരത്തെ ബഹുമാന്യനായ നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു, വന്ന വഴി മറക്കാൻ പാടില്ല, സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന്. ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരിക്കലും വന്ന വഴി മറക്കില്ല. ഓക്കെ, വളരെ നല്ലത്. ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ ശിവൻകുട്ടീനെ പോലുള്ള ആളുകൾക്ക് കലാകാരന്മാർ എന്തെങ്കിലും പരിപാടിക്ക് പൈസ ചോദിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അവരുടെ പാർട്ടിക്ക് എന്തെങ്കിലും പരിപാടി വന്നു കഴിഞ്ഞാണെങ്കിൽ ബക്കറ്റ് എടുത്ത് സാധാരണക്കാരന് കീശയെ കൈയിട്ടിട്ട് 1000 10,000 വാങ്ങിച്ചെടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. കൈത്തിന് പിടിച്ചിട്ടാണെങ്കിൽ ഇവർ ആ പൈസ വാങ്ങിച്ചെടുക്കും, അതിന് കുറച്ച് പൈസ എടുത്ത് പുട്ടടിക്കുകയും ചെയ്യും. അതിനൊരു കുഴപ്പമില്ല മക്കളെ. ഒരു കലാകാരൻ എന്തെങ്കിലും പരിപാടിക്ക് വിളിക്കുമ്പോൾ അവര് പണം ആവശ്യപ്പെട്ടാൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അത് പ്രസ് മീറ്റ് വിളിച്ച് അവരെ അപമാനിക്കലായി. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവർക്കൊക്കെ പണം കൊടുക്കാൻ ഖജനാവിൽ ക്യാഷ് ഒന്നും ഉണ്ടായിരിക്കില്ല, ഒക്കെ കട്ടുമുടിപ്പിക്കല്ലേ ചെയ്യുന്നത്. എന്തിന് ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാൻ പോലുള്ള ശമ്പളം ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. KSRTC പണിയെടുക്കുന്ന ആൾക്കാർക്കൊക്കെ ശമ്പളം കിട്ടിയിട്ട് കാലം കുറയായി. അവർക്ക് അവസാനം ശമ്പളം കിട്ടിയ ഡേറ്റ് തന്നെ മറന്നു പോയിട്ടുണ്ടാകും. അതാണ് ഖജനാവിന്റെ അവസ്ഥ. പക്ഷെ മന്ത്രിമാരുടെ ദൂരത്തിനൊരു കുറവില്ല കേട്ടോ. മന്ത്രിന്റെ കണ്ണട പൊട്ടി കഴിഞ്ഞാൽ നന്നാക്കണേയും കൊടുക്കണം 35,000 രൂപ. അങ്ങനെയുള്ളവരാണ് സ്വന്തം കഴിവ് കൊണ്ട് വലിയ നിലയിലെത്തിയ സെലിബ്രിറ്റീസ് ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടി ക്യാഷ് ചോദിച്ചാണെങ്കിൽ അവർ അപമാനിക്കുന്നത്. ഈ ശിവൻകുട്ടിനെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ സെലിബ്രിറ്റീസിനെ അപമാനിക്കാൻ മാത്രം എന്ത് യോഗ്യത ആണെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതും പ്രസ് മീറ്റ് ഒക്കെ വിളിച്ചിട്ട് ഇഷ്ടം. ഈ 2 കാര്യമില്ലാത്തവനാണ് ഒരു കാര്യമുള്ളവൻ ഉപദേശിക്കാൻ നടക്കുന്നത്. നല്ല കോമഡി ആയിക്കണം. എന്തായാലും വി ശിവൻകുട്ടിയുടെ ഈ പ്രസ്താവന വൻ വിവാദമായതോടെ പുള്ളിക്കാരൻ തന്നെ ഈ പ്രസ്താവന പിൻവലിച്ചു കേട്ടോ. ആ പ്രസ്താവന പിൻവലിക്കുന്ന സീനും ഭയങ്കര കോമഡിയാണ്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. ഒന്ന്, ആരെ ഏൽപ്പിച്ചിട്ടില്ല ഇതുവരെ. 2, ഈ കലോത്സവത്തിലേക്ക് കൂടുതൽ ജനശ്രദ്ധ കൊണ്ടുവരുന്നതിനും കലോത്സവ പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും കലോത്സവ വേദിയിൽ സെലിബ്രിറ്റികളെ കൊണ്ടുവരാറുണ്ട്. കൊല്ലം കലോത്സവത്തിൽ പത്മശ്രീ മമ്മൂട്ടി, ശ്രീമതി ആശാ ശരത്ത്, നിഖില ബിമൽ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ശ്രീമതി ആശാ ശരത്താണ് സ്വാഗതഗാനം ആവിഷ്കാരം ചിട്ടപ്പെടുത്തിയത്. കോഴിക്കോട് കലോത്സവത്തിൽ ശ്രീമതി KS ചിത്ര പങ്കെടുത്തിരുന്നു. ഓണം വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീ ഫഹദ് ഫാസിൽ, ശ്രീ ദുൽഖർ സൽമാൻ തുടങ്ങിയവരെല്ലാവരും പ്രതിഫലം വാങ്ങാതെയാണ് പങ്കെടുത്തിട്ടുള്ളത്. കൊല്ലത്താണെങ്കിൽ മമ്മൂട്ടി 2 മണിക്കൂർ നേരം ചെലവഴിച്ചു അവിടെ. അവസാനം കുട്ടികളുടെ തള്ളും സമ്മാനം വാങ്ങാൻ വരികയും അദ്ദേഹത്തിന് തള്ളും ഉന്തുമൊക്കെ ആയിട്ട് അതൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അത് ആസ്വദിച്ച് ഇരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കുട്ടികളുടെ പ്രോഗ്രാമാണല്ലോ. ഇപ്പോൾ ഒരു ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമായിരിക്കും ചോദിച്ചിട്ടുള്ളത്. ഇന്നലെ ഞാൻ വെഞ്ഞാറമൂട്
ഒരു സംസ്ഥാന നാടക മത്സരത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ സമ്മാനദാനം കൊടുക്കുന്നതിന് വേണ്ടി പോയിരുന്നു. സുരാജ് വെഞ്ഞാറമൂട്, സുധീർ കരമന സുധീർ തുടങ്ങിയ ആർട്ടിസ്റ്റ് സുജാതൻ തുടങ്ങിയ നിരവധി കലാകാരന്മാരെല്ലാം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ വെച്ച് സ്വാഗതപ്രാസം ഇങ്ങനെ പറഞ്ഞു, ലോകത്ത് എവിടെയായിരുന്നാലും വെഞ്ഞാറമൂട് സുരാജ് അദ്ദേഹം പഴയ ഒരു നാടക നടൻ എന്നുള്ള നിലയിൽ ഈ നാടകോത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ എത്താറുണ്ട്. അത് ആ നാടിനോടും നാടകത്തോടുമുള്ള സ്നേഹമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇത് എല്ലാ പിന്തുടരുന്നത് നല്ലതാണ്. 14,000-ഓളം വരുന്ന കുട്ടികൾ പങ്കെടുക്കുന്ന സ്കൂൾ കലോത്സവമാണ്. വെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ്ങ് പിൻവലിക്കുകയാണ്. അതോടുകൂടി എല്ലാ ചർച്ചയും അവസാനിച്ചോട്ടെ. അവസാനിച്ചു തന്നെ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഉള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം ഞാൻ പ്രസ്താവന പിൻവലിക്കും എന്ന് പറഞ്ഞാണെങ്കിൽ എല്ലാ ചർച്ചകളും അവിടെ അവസാനിക്കും കേട്ടോ. കാത്തിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ശിവൻകുട്ടിയുടെ കണ്ണിൽ ഈ കലാകാരന്മാരെന്ന് പറയുന്നത് ഒരു കഴിവില്ലാതെ എന്തോ ഔദാര്യത്തിന് വളർന്നു വന്ന ആൾക്കാരാണെന്നുള്ളതാണ്. അല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കില്ലല്ലോ. ഇതിപ്പോ കണ്ടില്ല, കണ്ണൂർ കലോത്സവത്തിലും കോഴിക്കോട് കലോത്സവത്തിലൊക്കെ മമ്മൂട്ടി വന്നതും സുരാജ് വെഞ്ഞാറമൂട് വന്ന കഥകളൊക്കെയാണ് പറയുന്നത്. അതും അവര് ഫ്രീ ആയിട്ട് വന്നു, യാതൊരു പ്രതിഫലവും വാങ്ങാതെ വന്നു എന്നൊക്കെയുള്ള രീതിയിൽ. ഇയാൾക്ക് എന്താ പുച്ഛാണെന്ന് തോന്നുന്നു ഇവരോടൊക്കെ. എന്തായാലും അധികം ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.